ഹായ് എവരി വൺ അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വട്ടം RRB ഗ്രൂപ്പ് ഡി നടന്നപ്പോൾ വ്യത്യസ്തമായ ഷിഫ്റ്റുകൾ ചോദിച്ചിട്ടുള്ള സയൻസിലെ ചോദ്യങ്ങളാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി 7 ക്ലാസ്സുകൾ ഈ സീരീസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? നിങ്ങൾ പലരും അത് ഓൾറെഡി കണ്ടിട്ടുള്ളവരായിരിക്കും. 7 ക്ലാസ്സുകളിലായിട്ട് 200 ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് ആ സീരീസിലെ 8ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഓൾറെഡി ആ 7 ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതുകൂടി പോയി കാണാം. അതിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. തീർച്ചയായിട്ടും ഇത് RRB ഗ്രൂപ്പ് ഡിക്ക് 100% യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഞാൻ എല്ലാ ക്ലാസ്സിന്റെയും തുടക്കത്തിൽ പറയുന്നത് പോലെ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ എല്ലാ RRB SSC പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. അത് ഗ്രൂപ്പ് ഡിയോ, NTPC യോ, CGL ഓ, CHSL ഓ, MTS ഓ എന്ത് വേണേലും ആയിക്കോട്ടെ, എല്ലാ പരീക്ഷയ്ക്കും എന്ത് ചെയ്യാറുണ്ട്, ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ ഈ RRB ഗ്രൂപ്പ് ഡിയുടെ എല്ലാ ചോദ്യങ്ങളും, GK ചോദ്യങ്ങളും സയൻസ് ചോദ്യങ്ങളും എല്ലാം കൂടി കമ്പൈൽ ചെയ്ത് നമ്മളൊരു PDF ഇറക്കിയിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും എന്തായിരിക്കും, അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് RRB ഗ്രൂപ്പ് ഡി ഓറിയന്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് കോഴ്സ് നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. academisonline.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റുകളും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് കയറി കാണാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് കോഴ്സ് ചൂസ് ചെയ്യാം. RRB ഗ്രൂപ്പ് ഡിയുടെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് എടുത്ത് പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് വേണ്ടുന്ന സബ്ജക്ട്സ് മാത്രമായിട്ട് എന്ത് ചെയ്യാം, പിക്ക് ചെയ്യാവുന്നതാണ്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഈ നമ്പറിൽ വാട്സാപ്പിലോ ടെലിഗ്രാമിലോ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പുറത്തുള്ളത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് കോളുകൾ നമ്മൾ എടുക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് എന്ത് ചെയ്തോളൂ, മെസ്സേജ് അയച്ചോളൂ. ഇത്തിരി വൈകിയാലും എന്ത് ചെയ്യുക തന്നെ ചെയ്യും, ഞാൻ റെസ്പോണ്ട് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡബിൾ സെഞ്ചുറി അടിച്ച് നിർത്തിയിട്ടുള്ളതാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ആ നിർത്തിയിടത്തുനിന്ന് തന്നെ തുടങ്ങുകയാണ്. നമ്മുടെ 201ാമത്തെ ചോദ്യം, വാട്ട് ഹാപ്പൻസ് ടു എ ബേസ് ഇൻ എ വാട്ടർ സൊല്യൂഷൻ? വെള്ളത്തിലെ ബേസ് നമ്മൾ കലക്കുമ്പോൾ, എന്തെങ്കിലും ഒരു ബേസിക് സബ്സ്റ്റൻസ് നമ്മൾ കലക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വാട്ടർ സൊല്യൂഷൻ അല്ലെങ്കിൽ അക്വ സൊല്യൂഷൻ എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മളോട് ചോദിക്കാറുണ്ട്. ഞാൻ നിങ്ങളെ ആസിഡ്സ് ആൻഡ് ബേസ് എന്ന് പറയുന്ന 2 കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ? അതായത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ H+ അയോൺ അല്ലെങ്കിൽ ഹൈഡ്രജൻ അയോൺ തരുന്നവയാണ് ആരെന്ന് പറഞ്ഞിട്ടുണ്ട്, ആസിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ആസിഡ്സിനെ പറ്റിയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് നോക്കേണ്ടതുണ്ട്. ജസ്റ്റ് ഞാൻ ആസിഡ്സും ബേസിന്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ പോയിന്റ്സും ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേൾക്കുക. ഓരോ പോയിന്റും ഓരോ ചോദ്യമായിട്ട്, 1 ചോദ്യം 2 ചോദ്യമൊക്കെ ആയിട്ട് പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ആസിഡിന്റെ ടേസ്റ്റ് നമുക്കറിയാം, സോർ ടേസ്റ്റ് ആണ്. അതേസമയം ബേസിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ബിറ്റർ ടേസ്റ്റ് ആണ്, കയ്പാണ്. ബി തന്നെ എന്ത് ചെയ്താൽ മതി, ഓർത്താൽ മതി. അതുപോലെ ആസിഡ് എന്ത് ചെയ്യും, ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ലിറ്റ്മസ് ആക്കി മാറ്റും. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ലിറ്റ്മസ് ആക്കി മാറ്റാൻ കഴിവുള്ള ആളാണ് ആസിഡ് എന്ന് പറയുന്നത്. അതേസമയം ബേസോ റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ലിറ്റ്മസ് ആക്കി മാറ്റാൻ കഴിവുള്ള ആളാണ് ആരെന്ന് പറയുന്നത്, ബേസ് എന്ന് പറയുന്നത്. ഒപ്പം ഒരു എക്സ്ട്രാ പോയിന്റ് ഓർത്ത് വയ്ക്കുക, ഈ ലിറ്റ്മസ് ഉണ്ടാക്കുന്ന എന്തിൽ നിന്നാണ്, ലൈക്കൺ എന്ന് പറയുന്ന ഒരു വസ്തുവിൽ നിന്നാണ്. അത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. സോ അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇനി ആസിഡിൽ എപ്പോഴും എന്തുണ്ടാവും, ഇറ്റ് കണ്ടെയ്ൻസ് റീപ്ലേസബിൾ ഹൈഡ്രജൻ. ആസിഡിൽ എപ്പോഴും റീപ്ലേസബിൾ ഹൈഡ്രജൻ ഉണ്ടാവും. പിന്നെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ആസിഡ് എന്ത് തരും, H+ അയോൺ, ഹൈഡ്രജൻ അയോൺ തരും. ഈ തിയറി കണ്ടുപിടിച്ച ആളാണ് അറീനിയസ്. സോ ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്, അറീനിയസ് തിയറി എന്നാണ് ഇന്ത്യയിൽ അറിയപ്പെടുന്നത്. ഇതിങ്ങനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കേണ്ടത്, ആസിഡ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഗീവ്സ് ഹൈഡ്രജൻ അയോൺ അല്ലെങ്കിൽ H+ അയോൺ when dissolved in water. Who proposed this? അല്ലെങ്കിൽ ഇത് ഈ തിയറിയുടെ പേരെന്താണ് എന്ന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ആസിഡ് H+ അയോൺ ആണ് തരുന്നതെങ്കിൽ ബേസ് തരുന്നത് OH- അയോൺ അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ അയോൺ ആണ്. അതുമാതിരി തന്നെയാണ് അറീനിയസ് തിയറി തന്നെയാണ് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പോൾ ആസിഡ് ആണെങ്കിൽ H+ അയോൺ തരും, അതേസമയം ബേസ് ആണെങ്കിൽ OH- അയോൺ തരും. ഇനി ആസിഡ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ഡൊണേറ്റ് പ്രോട്ടോൺ. പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ഇതെന്ന് പറയുന്നത്, ആസിഡ് എന്ന് പറയുന്നത്. അതേത് തിയറിയാണ്, അത് ബ്രോൺസ്റ്റഡ് ആൻഡ് ലോറി കൺസെപ്റ്റ് ആണ്. അതേസമയം ആസിഡ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ആക്സെപ്റ്റ് പ്രോട്ടോൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് കേസിലാണ്, ബേസിന്റെ കേസിലാണ്. ബേസിന്റെ കേസിൽ പ്രോട്ടോൺ എന്ത് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്യും. ആസിഡിന്റെ കേസിൽ എന്ത് ചെയ്യും, പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്യും. അതേസമയം ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ളത്, പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്യുന്നു, ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആണ്. ഇവിടെ ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, ബേസിന്റെ കേസിൽ എന്താണ്, ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാനുണ്ടാവുന്നത് അല്ലെ? അപ്പൊ ആസിഡ് ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്നു, ബേസ് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഏത് തിയറിയാണ്, ലൂയിസ് തിയറിയാണെന്നും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. എല്ലാം കൂടി ആകെ കൊളായോ, ഞാൻ കമ്പയർ ചെയ്ത് ഒരെണ്ണം മാത്രം വെച്ച് പറഞ്ഞുതരാം. ഇനി അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. ആസിഡിന്റെ ടേസ്റ്റ് സോറാണ്, സോ ബേസിന്റെ ടേസ്റ്റ് ബിറ്റർ ആണ്, ബി എന്ന് ഓർത്തിരിക്കുക. ആസിഡ് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കും, സോ ബേസ്
റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കും. നേരെ റിവേഴ്സ് ആണ്, ഒരു കൺഫ്യൂഷനും കാര്യമില്ല. ആസിഡ് എന്ത് ചെയ്യും? ആസിഡിൽ എന്തുണ്ട്? റീപ്ലേസബിൾ ഹൈഡ്രജൻ പ്രസന്റ് ആണ്. പിന്നെ ആസിഡിൽ നമ്മൾ എന്താ പറഞ്ഞ അക്വ സൊല്യൂഷനിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ H+ അയോൺസ് ഹൈഡ്രജൻ അയോൺസ് നമുക്ക് തരും. അതേസമയം ബേസ് എന്താണ് തരാൻ പോകുന്നത്? ബേസ് തരാൻ പോകുന്നത് ഹൈഡ്രോക്സിൽ അയോൺസ് ആണ്, OH- അയോൺസ് ആണ് തരാൻ പോകുന്നത്. ആസിഡിന് എന്ത് ചെയ്യാൻ പറ്റും? പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. സോ ബേസിന് എന്ത് ചെയ്യാൻ പറ്റും? പ്രോട്ടോൺ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നേരെ റിവേഴ്സ്, ആസിഡിന് പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ ബേസിന് പ്രോട്ടോൺ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഏതാണ് തിയറി? ബ്രോൺസ്റ്റഡ് ആൻഡ് ലോറി കൺസെപ്റ്റ് ആണ്. പിന്നെ പറഞ്ഞ എന്താണ്? ആസിഡിന് ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ ബേസിന് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതേതാണ് തിയറി? അത് ലൂയിസ് തിയറി ആണെന്നും ഓർത്ത് വെക്കുക. ഇതിലൊരു കൺഫ്യൂഷനും പാടില്ല. ഇതിനെ ബേസ് ചെയ്ത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. 5 പോയിന്റ് ആണെങ്കിലും 5 പോയിന്റിൽ നിന്ന് 6-7 ചോദ്യങ്ങൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ബേസിന്റെയും കൂടി ചേർക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു 6-7 പോയിന്റ് കിട്ടി. അങ്ങനെ ഒരു 15ഓളം ചോദ്യങ്ങളാണ് ഒറ്റയടിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്. എല്ലാം പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ആസിഡിന്റെ ടേസ്റ്റും ബേസിന്റെ ടേസ്റ്റും അടക്കം. അപ്പോൾ അത്രയും ചോദ്യങ്ങൾ ഒറ്റയടിക്ക് പഠിച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നത്. സോ ഈ ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ദയവേത് ഇതെല്ലാം എന്ത് ചെയ്യുക? പഠിക്കുക. എല്ലാ പോയിന്റുകളും അവസാനം വരെ ക്ലാസ് ആണ്. അവസാന ക്ലാസ് കാണുന്ന ആളുകൾക്ക് ഞാനൊരു സംഭവം വെച്ചിട്ടുണ്ട്. അത് ഞാൻ അവിടെ എത്തുമ്പോൾ പറയാം. അവസാനം എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. സോ എന്ത് ചെയ്യുക? ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളെല്ലാം ഒപ്പം നോട്ട് ചെയ്തു. അല്ലാതെ ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിലല്ല നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആ പറയുന്ന പോയിന്റുകളെല്ലാം തന്നെ ആ ചോദ്യത്തിന് അത്രത്തോളം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക. അടുത്ത ചോദ്യം 202ാമത്തെ ചോദ്യം. എ സ്ഫെറിക്കൽ മിറർ whose reflecting surface is curved outwards is called. ഒരു സ്ഫെറിക്കൽ മിറർ ആണ്, അതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് കർവ്ഡ് ഔട്ട്വേർഡ്സ് ആണ്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഷേപ്പ് വരുന്നത് അല്ലെ? ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അത് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊരു കോൺവെക്സ് ലെൻസ് ആണ്, അല്ലെങ്കിൽ കൺവേർജിങ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസിന്റെ ഷേപ്പ് അല്ലേ ഈ കാണുന്നത്. അതേസമയം ഇത് കർവ്ഡ് ഇൻവേർട്സ് ആണെങ്കിൽ, ഉള്ളിലോട്ടാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? നമ്മൾ അതിനെ കോൺകേവ് ലെൻസ് അല്ലെങ്കിൽ ഡൈവേർജിങ് ലെൻസ് എന്ന് പറയും. കോൺവെക്സ് ആണെങ്കിൽ തിക്കർ അറ്റ് സെന്റർ, നാരോവർ അറ്റ് എഡ്ജസ് അല്ലേ? നടുവിലെത്തുമ്പോൾ എന്ത് ചെയ്യും? കട്ടി കൂടും, 2 എഡ്ജുകളിലും എന്തായിരിക്കും? നാരോവർ ആയിരിക്കും. അതുപോലെ ഡൈവേർജിങ് ആണെങ്കിൽ, കോൺകേവ് ആണെങ്കിൽ എന്താ? ഉള്ളിൽ നാരോവർ ആയിരിക്കും, അറ്റങ്ങളിലെത്തുമ്പോൾ എന്ത് ചെയ്യും? തിക്കർ ആവുകയും ചെയ്യും. തിക്കർ അറ്റ് എഡ്ജസ് ദാൻ ഇൻ ദ മിഡിൽ. അതിന്റെ മറ്റൊരു പേരാണ് ഡൈവേർജിങ് ലെൻസ്. പേര് ഓർക്കണേ, കോൺവെക്സ് കൺവേർജിങ്. കോൺവെക്സ് ലെൻസ് ഈസ് ഓൾസോ നോൺ ആസ് ആഷൻ എന്നൊക്കെ പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. കോൺകേവ് ലെൻസ് ഈസ് ഓൾസോ നോൺ ആസ് ഡൈവേർജിങ് ലെൻസ് എന്ന് വേണ്ടി ചെയ്യുക, ഓർത്ത് വെക്കുക. കണ്ണിലുള്ള ലെൻസ് എല്ലാവർക്കും അറിയുന്നതാണ്. ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണെന്ന് കൂടി അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്തോളൂ. അപ്പോൾ ഒരു സ്ഫെറിക്കൽ മിറർ, അതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് കർവ്ഡ് ഔട്ട്വേർഡ്സ് ആണ്. ഔട്ട്വേർഡ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? കോൺവെക്സ് ലെൻസ് ആണെന്ന് പറഞ്ഞു. ഇനി ഇതേ ചോദ്യം കർവ്ഡ് ഇൻവേർഡ്സ് ആണ് ചോദിക്കുന്നെങ്കിൽ നമ്മുടെ ഉത്തരം തന്നെ മാറിപ്പോകും. എന്താണ്? ആ ഔട്ട്വേർഡ്സ് മാറി ഇൻവേർഡ്സ് വന്നാൽ നമ്മൾ എന്തായിട്ട് എടുക്കണം? നമ്മൾ കോൺകേവ് ലെൻസ് ആയിട്ട് എടുക്കണം. സെറ്റ് അല്ലേ? 203ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ കൗണ്ടിങ് യൂണിറ്റ് ഫോർ എ സബ്സ്റ്റൻസ്? അല്ലെങ്കിൽ പലവട്ടം മറ്റു രീതിയിൽ ചോദിക്കാറുണ്ട്. SI യൂണിറ്റ് ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്താണ്? ഇപ്പൊ കുറച്ചു പേർക്കെങ്കിലും കിട്ടാത്തവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. SI യൂണിറ്റ് ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? മോളാണ് അല്ലെ? ഒരു മോൾ എന്ന് വെച്ചാൽ എത്ര പാർട്ടിക്കിൾസ് ആണ്? 6.02 × 10⁻23 പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ മോൾ എന്ന് പറയുന്നത്. ആറ്റം ആയിക്കോട്ടെ, മോളിക്യൂൾ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവോഗാഡ്രോ നമ്പർ ആണ് ഇതെന്ന് പറയുന്നത്. ഈ 6.02 × 10⁻23 എന്ന് പറയുന്നത്. അപ്പൊ ഒരു കെമിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കൗണ്ടിങ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മോളാണ്. 204ാമത്തെ ചോദ്യം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ആൻ ആറ്റം റെപ്രസെന്റ്സ്. നമ്മൾ +2 -2 എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട് അല്ലെ? ആ കോമ്പൗണ്ടിലെ അല്ലെങ്കിൽ ആ എലിമെന്റിലെ ചാർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഡൗട്ടില്ലല്ലോ? ചാർജ് ഇൻ ദ കോമ്പൗണ്ട്, ആ കോമ്പൗണ്ടിലുള്ള അല്ലെങ്കിൽ ആ എലിമെന്റിലുള്ള ചാർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ കോഡ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്നത് ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഓയിൽ റിഗ് പല ക്ലാസ്സുകളിലും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്സിഡേഷൻ ഈസ് ദ ലോസ് ഓഫ് ഇലക്ട്രോൺസ്. ഓക്സിഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് നഷ്ടമാവുന്നതാണ്. ആൻഡ് റിഗ് എന്താണ്? റിഡക്ഷൻ ഈസ് ദ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. ഇത് ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. ഓക്സിഡേഷൻ ഈസ് എ റിയാക്ഷൻ വേർ ഇലക്ട്രോൺസ് ആർ ഡാഷ്. ലോസ് ആണോ, ഗെയിൻ ആണോ, അല്ലെങ്കിൽ ഈക്വൽ ആണോ എന്നൊക്കെ പറഞ്ഞ് എന്താവും? ഓപ്ഷനിലാവും. പിന്നെ ഒരിക്കലും മറക്കരുത്, അതിനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോഡാണ്. ചെറിയ ക്ലാസ്സിലോട്ടേ നമ്മൾ കേട്ട് പഴകിയിട്ടുള്ള ഒരു കോഡാണ്. ഓക്സിഡേഷൻ ഈസ് ദ ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് റിഡക്ഷൻ ഈസ് ദ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. ഓയിൽ റിഗ് എന്ന് എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? ഇതിന്റെ ചാർജ് ആണ്. 205ാമത്തെ ചോദ്യം. ക്രൂഡ് ഓയിൽ ഈസ്, അത് ഓപ്ഷൻ ഉണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ. ക്രൂഡ് ഓയിൽ എന്താണെന്നുള്ളത് ഓപ്ഷനിൽ പിക്ക് ചെയ്യാന്നുള്ളതായിരുന്നു. ഓപ്ഷനിൽ ഉണ്ടായിരുന്നു ഇറ്റ്സ് എ സ്മെല്ലി yellow to
ബ്ലാക്ക് ലിക്വിഡ് എന്നാണ്. പക്ഷേ യെല്ലോ ടു ബ്ലാക്ക് ലിക്വിഡ് എന്ന് വെച്ചാൽ ആ ഒരു കളറിൽ മാത്രമല്ല പല കളറുകളിലും ക്രൂഡ് ഓയിൽ കാണാറുണ്ട്. ബ്രൗൺ ആയിട്ടും ഒരു കൈൻഡ് ഓഫ് റെഡിഷ് ആയിട്ടും കൈൻഡ് ഓഫ് യെല്ലോയിഷ് ആയിട്ടും ഒക്കെ എന്തായിട്ട് കൈൻഡ് ഓഫ് ബ്രൗണിഷ് ആയിട്ടും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ക്രൂഡ് ഓയിൽ കാണാറുണ്ട്. സോ സ്മെല്ലി യെല്ലോ ടു ബ്ലാക്ക് ലിക്വിഡ് ആണ് ഓപ്ഷൻ ഉണ്ടായിരുന്ന കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഏതിന് കറക്റ്റ് ആയിട്ടുള്ളത്? ക്രൂഡ് ഓയിലിന് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ 5 ചോദ്യങ്ങളും കൂടെ കുറച്ച് എക്സ്ട്രാ പോയിന്റുകളും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അക്വസ് സൊല്യൂഷനിൽ അല്ലെങ്കിൽ വാട്ടർ സൊല്യൂഷനിൽ ബേസിന് സംഭവിക്കുന്നത് ഇറ്റ് ഗീവ്സ് OH മൈനസ് അയോൺസ്. അതിൽ ഡൗട്ടില്ലല്ലോ. ആസിഡ് ആണെങ്കിൽ H+ അയോൺസ് തരും. പിന്നെ കർവ്ഡ് ഔട്ട്വേർഡ്സ് ആയിട്ടുള്ള ഒരു സ്ഫെറിക്കൽ മിററിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നു. ഇൻവേർഡ്സ് ആണെങ്കിൽ നമ്മൾ അതിനെ കോൺകേവ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ കൗണ്ടിങ് യൂണിറ്റ് ഫോർ എ കെമിസ്ട്രി എന്ന് പറയുന്ന മോളാണ്. SI യൂണിറ്റ് ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്നാണ് മോളാണ്. 6.02 × 10⁻23 പാർട്ടിക്കിൾസ് ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ആൻ ആറ്റം റെപ്രസെന്റ്സ് എന്താണ്? ആ ചാർജിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ലോസ് ഓഫ് ഇലക്ട്രോൺസും റിഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗെയിൻ ഓഫ് ഇലക്ട്രോൺസും ആണ്. ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ സ്മെല്ലി യെല്ലോ ടു ബ്ലാക്ക് ലിക്വിഡ് ആണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത്. അത് ബ്രൗണിഷ് ആയിട്ടും യെല്ലോയിഷ് ആയിട്ടും റെഡിഷ് ആയിട്ടും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട് കേട്ടോ. അപ്പൊ 5 ചോദ്യങ്ങൾ പഠിച്ചില്ലേ? അടുത്ത ചോദ്യം 206ാമത്തെ ചോദ്യം. ഇൻ എ ഡാഷ് സർക്യൂട്ട് ദ ഇലക്ട്രിസിറ്റി ഹാസ് ഓൺലി വൺ പാത്ത് ടു ഫോളോ ത്രൂ. ഒരു പ്രത്യേകതരം സർക്യൂട്ടിൽ ഇലക്ട്രിസിറ്റിക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ഒരൊറ്റ പാതയെ പോകാനുള്ളൂ എന്നാണ് പറയുന്നത്. ഏത് തരത്തിലുള്ളതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സർക്യൂട്ടിനെ പറ്റി തന്നെ പഠിക്കുമ്പോൾ നമ്മൾ 2 തരത്തിലുള്ളതാണ് പ്രധാനമായും പഠിക്കാറുള്ളത്. സീരീസ് ആണെങ്കിൽ സീരീസ് സർക്യൂട്ട് ഉണ്ട്, അല്ലെങ്കിൽ അതില്ലാത്ത എന്തുണ്ട്? പാരലൽ ഉണ്ട് അല്ലെ? നിങ്ങൾക്ക് തന്നെ അറിയാം, റെസിസ്റ്റേഴ്സ് ഒക്കെ വെച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. റെസിസ്റ്റേഴ്സിന്റെ സിമ്പിൾ ആണത്. സീരീസ് ആണെങ്കിൽ എന്താ, നമ്മൾ വരിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കണക്ട് ചെയ്യും അല്ലെ? അതേസമയം പാരലൽ ആണെങ്കിലോ, പാരലൽ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് അല്ലെ? ദെൻ ഇതെല്ലാം കൂടി അങ്ങ് കണക്ട് ചെയ്യും. അപ്പൊ പാരലൽ ആണെങ്കിൽ എന്ത് ചെയ്യാം? പല വഴിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെല്ലാം ചിന്തിച്ചതറി പോകാൻ പറ്റും. അതേസമയം സീരീസ് ആണെങ്കിൽ എന്താണ്? ഒരൊറ്റ വഴിയിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു വഴിയിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പോകാൻ പറ്റില്ല. അതേസമയം നമ്മളിവിടെ കറണ്ട് ഇങ്ങനെ പോവാം, ഏത് വഴിക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? പോകാൻ പറ്റും അല്ലെ? ഇലക്ട്രിസിറ്റിക്ക് പാസ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ സീരീസ് ആണെങ്കിൽ ഒരേ ഒരു പാതയിലൂടെയും, പാരലൽ ആണെങ്കിൽ മൾട്ടിപ്പിൾ പാത്സിലൂടെയും എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രിസിറ്റിക്ക് പാസ് ചെയ്ത് പോകാൻ പറ്റും. സോ ഇവിടെ എന്താണ്? വൺ പാത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ ആൻസർ ഏതാണ്? നമ്മുടെ ആൻസർ സീരീസ് ആണ്. ആ ഫിഗർ വെച്ച് ഞാൻ റെസിസ്റ്റേഴ്സ് നമ്മൾ എപ്പോഴും റെസിസ്റ്റേഴ്സ് വെച്ചാണ് വരയ്ക്കാറുള്ളത്. അതുകൊണ്ടാണ് വരച്ചേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഒരു അമ്മീറ്ററും വോൾട്ട്മീറ്ററും കറണ്ടും ബാറ്ററി സോഴ്സും എല്ലാം നമുക്ക് കൊടുക്കാം. ഞാനതൊന്നും മെൻഷൻ ചെയ്തില്ല എന്നുള്ളതേ ഉള്ളൂ. അടുത്തത് 207ാമത്തെ ചോദ്യം. വെൻ ക്രിസ്റ്റൽസ് ആർ ഹീറ്റഡ് വാട്ടർ ഓഫ് ക്രിസ്റ്റൽസ് ഈസ് ലോസ് ആൻഡ് ദ സബ്സ്റ്റൻസ് ടേൺസ് ഇൻടു ആൻ ഡാഷ് ഫോം. അധികം ചോദിച്ച് കണ്ടിട്ടില്ലാത്ത നല്ലൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ക്രിസ്റ്റൽസിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ആ ക്രിസ്റ്റൽസിലെ വാട്ടർ കണ്ടന്റ് പോവും. എന്നിട്ട് ആ സബ്സ്റ്റൻസ് എന്തായി മാറുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നല്ലൊരു ചോദ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായി മാറുന്നത് ഒരു ആൻഹൈഡ്രസ് കോമ്പൗണ്ട് ആയിട്ട് മാറുന്ന പറയാ. ഈ ആൻഹൈഡ്രസ് കോമ്പൗണ്ട് എന്ന് അങ്ങനെ തന്നെ വായിക്കാന്ന് വിചാരിക്കുന്നു. കേട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമ്മൾ പല സാധനങ്ങളും ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ ഇല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോഴായാലും നമുക്ക് ആ പെട്ടിക്കകത്ത് സിലിക്ക ജെൽ എന്ന് പറഞ്ഞൊരു വൈറ്റ് പാക്കറ്റിനകത്ത് ഒരു പൊടി പോലത്തെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക പഞ്ചസാര കഷ്ണമൊക്കെ പോലൊരു സാധനം അതിനകത്ത് നമ്മൾ കാണാറുണ്ട്. അത് എന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത്. എന്തിനാണ്? അതിനകത്ത് വരുന്ന മോയ്സ്ചർ കണ്ടന്റ് അബ്സോർബ് ചെയ്യാനായിട്ടാണ് എന്ത് നമ്മൾ ഫില്ല് ചെയ്യുന്നത്? ഈ സിലിക്ക ജെൽ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഇതിനകത്ത് ബേസിക്കലി എന്തില്ല? വെള്ളമൊന്നുമില്ല. പക്ഷെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ വെള്ളം വലിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഈ ആൻഹൈഡ്രസ് കോമ്പൗണ്ട്സ് വെള്ളം വലിച്ചെടുത്തുണ്ടാവുന്ന കോമ്പൗണ്ട്സ് ആണ് ഇതെന്ന് പറയുന്നത് ഹൈഡ്രസ് അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ക്രിസ്റ്റൽസിനെ ഹീറ്റ് ചെയ്ത് അതിലെ വെള്ളത്തിനെ കംപ്ലീറ്റ് മാറ്റി കഴിഞ്ഞാൽ ആ സബ്സ്റ്റൻസ് ഉണ്ടാവുന്ന ഫോമാണ് ഇതെന്ന് പറയുന്നത് ആൻഹൈഡ്രസ് ഫോം എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ പെട്ടികളിലൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ, പുതിയ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഷൂവിൻ്റെ ഒക്കെ പെട്ടിയിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് അതിനകത്ത് ഉണ്ടാകുന്ന സിലിക്ക ജെൽ എന്ന് പറയുന്നത്. ഈ ആൻഹൈഡ്രസ് ജെല്ല് അല്ലെങ്കിൽ ഈ ആൻഹൈഡ്രസ് സബ്സ്റ്റൻസ് വെള്ളം എല്ലാം വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് ഇതെന്ന് പറയുന്നത് ഹൈഡ്രസ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഹൈഡ്രസ് കോമ്പൗണ്ട്സ് കണ്ടെയ്ൻ നോ വാട്ടർ. എക്സാമ്പിൾ ആണ് സിലിക്ക ജെല്ല്, ബൊറാക്സ്, ടേബിൾ സോൾട്ട്. നമ്മുടെ ഉപ്പ് തന്നെ എന്താ വെള്ളം വലിച്ചെടുക്കുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? അലിഞ്ഞു പോകാറുണ്ട് അല്ലേ? ഹൈഡ്രസ് ഓർ ഹൈഡ്രേറ്റഡ് കോമ്പൗണ്ട് കണ്ടെയ്ൻസ് വാട്ടർ. ഈ സിലിക്ക ജെല്ലിനകത്ത് വെള്ളം കയറുന്നു. അല്ലെങ്കിൽ ആൻഹൈഡ്രസ് കോമ്പൗണ്ട്സ് ബിക്കം ഹൈഡ്രേറ്റ്സ് വെൻ ദേ അബ്സോർബ് വാട്ടർ ഫ്രം എയർ. ഉപ്പൊക്കെ കുറച്ചാലും വെച്ച് കഴിഞ്ഞാൽ എന്താ? ആകെ അലിഞ്ഞു പോകും. അതെന്താണ്? ഉപ്പ് ഒരു ആൻഹൈഡ്രസ് സബ്സ്റ്റൻസ് ആണ്. പക്ഷെ അത് വെള്ളം വലിച്ചെടുത്തുകൊണ്ട് എന്തായിട്ട് മാറുന്നു? അത് ഹൈഡ്രസ് അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് സബ്സ്റ്റൻസ് ആയി മാറുന്നു. ഇനി എങ്ങനെയാണ് ആൻഹൈഡ്രസ് ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞു? ക്രിസ്റ്റൽസിനെ ചൂടാക്കി അതിലെ എല്ലാ വാട്ടർ കണ്ടന്റും ഇല്ലാതാക്കി കഴിഞ്ഞാൽ, ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ ആ സബ്സ്റ്റൻസ് ഉണ്ടാവുന്ന ഫോമിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ആൻഹൈഡ്രസ് ഫോം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 208ാമത്തെ ചോദ്യം. ദ കാവിറ്റി ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ ഈസ് കോൾഡ്. ആരും കണ്ടു പേടിക്കേണ്ട. സത്യം പറഞ്ഞാൽ വളരെ ടഫ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. നമ്മൾ പഠിക്കുന്ന സയൻസിലൊന്നും അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ആ ഒരു സയൻസിന്റെ എന്താ പറയുക ആ ഒരു ഡെപ്തിലൊന്നും വരുന്നൊരു ചോദ്യം എന്നുള്ളതെന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി ഈ ക്ലാസ്സുകളുടെ തുടക്കത്തിൽ RRB ഗ്രൂപ്പ് ഡിയുടെ ഒക്കെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ ടഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല RRBയുടെയോ SSCയുടെയോ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ചോദിച്ചിട്ടുള്ള ടഫ് ചോദ്യങ്ങളുടെ എന്താ പറയുക ആ ഒരു ഡെപ്ത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം ടഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു പരീക്ഷയാണ് അവസാനം നടന്ന
പെട്ടെന്ന് RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. എല്ലാ ചോദ്യങ്ങളും ടഫാന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, പക്ഷെ ആ ഒരു പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഒരു ടഫ് ക്വസ്റ്റ്യൻസ് വരുന്ന പെർസെൻറ്റേജിലും അതിന്റെ ഡെപ്തിലും എന്തായിരുന്നു, അത് വളരെ നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഗണത്തിൽപ്പെടുന്ന ആ ഒരു ഗ്രൂപ്പിൽപ്പെടുന്ന ചോദ്യമാണ് ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ മാസവും ലേഡീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ ഓവം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഓവം ഉണ്ടാവുന്ന സ്ഥലമാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയുന്നത്. അതിനകത്ത് കാണപ്പെടുന്ന ഒരു ക്യാവിറ്റിയാണ് ഏതെന്ന് പറയുന്നത്, ആന്ത്രം എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ആന്ത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഞാൻ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല, കാരണം ഇതൊക്കെ ഇനി ചോദിക്കുമെന്ന് തന്നെ നമുക്ക് കണ്ടറിയണം. ഇതൊക്കെ വളരെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പഠിക്കുന്ന ഡെപ്തിൽ വരുന്നതല്ല. കണ്ടത് കണ്ടു, അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, അടുത്തതിലോട്ട് പോകും. നമ്മുടെ ഷിഫ്റ്റിലാണ് വരുന്നെങ്കിൽ നമ്മുടെ വിധി, അത്രേ ഉള്ളൂ. എന്ന് കരുതി എല്ലാ ചോദ്യങ്ങളും ഇങ്ങനെയാണെന്നല്ല. ഇപ്പൊ ഇത്ര നേരം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളെല്ലാം തന്നെ വലിയ കുഴപ്പമുള്ള ചോദ്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ എന്തുണ്ടായിരുന്നു, കുറച്ചധികം കഴിഞ്ഞ വട്ടം RRB ഗ്രൂപ്പിലുണ്ടായിരുന്നു. കുറച്ചധികം എന്നല്ല, പേഴ്സൻറ്റേജിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ ടഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു ലെവൽ ഉണ്ടല്ലോ, അതിന്റെ മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതിന്റെ എത്രയോ മുകളിൽ നിൽക്കുന്ന ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കഴിഞ്ഞ വട്ടം RRB ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഓർത്ത് വെച്ചാൽ മതി, ഈ ഗ്രാഫിയൻ ഫോളിക്കിളുടെ ക്യാവിറ്റി എന്ന് പറയുന്ന ആന്ത്രമാണ്. ഇനി എങ്ങാനും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് ലോട്ടറി അടിച്ചതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അടുത്ത ചോദ്യം 209ാമത്തെ ചോദ്യം. Dash are radiation emitted by the sun and responsible for the cause of skin cancer. സൂര്യനിൽ നിന്നുള്ള ഏത് റേഡിയേഷൻ കൊണ്ടാണ്, ഏത് രശ്മികൾ കൊണ്ടാണ് നമുക്ക് സ്കിൻ ക്യാൻസർ അല്ലെങ്കിൽ മെലനോമ ഉണ്ടാവുന്നത്? സ്കിൻ ക്യാൻസറിന്റെ മറ്റൊരു പേരാണ് മെലനോമ. പലപ്പോഴും ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് മെലനോമ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് എന്ന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട് അല്ലെ. മെലാനിൻ സ്കിന്നിന് കളർ നൽകുന്ന പിഗ്മെന്റ് ഒക്കെയാണ് നിങ്ങൾക്കറിയാം. അപ്പൊ ഏത് റേഡിയേഷൻ കൊണ്ടാണ് സൂര്യനിൽ നിന്നുള്ള ഏത് റേഡിയേഷൻ കൊണ്ടാണ് നമുക്ക് സ്കിൻ ക്യാൻസർ അല്ലെങ്കിൽ ത്വക്കിൽ ക്യാൻസർ വരുന്നത്? UV റേസ് കൊണ്ടാണ് അല്ലെ, അൾട്രാ വയലറ്റ് റേഡിയേഷൻ കൊണ്ടാണ്. 210 the maximum number of electrons in the third shell is. ഇലക്ട്രോൺസിന്റെ ഷെല്ലുകൾ എങ്ങനെയാ, KLM എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ പറയാറുണ്ട് അല്ലെ. അത് കാണാനുള്ള മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കാണാനുള്ള ഫോർമുല എന്താണ്, 2n² ആണ്. പ്രൊവൈഡഡ് K എന്ന് പറയുന്ന 1 ആണ്, L എന്ന് പറയുന്നത് 2 ആണ്, M എന്ന് പറയുന്നത് 3 ആണ്, N എന്ന് പറയുന്നത് 4 ആണ്. ഇവിടെ നമ്മളോട് ഏതാ കാണാൻ പറഞ്ഞേ, തേർഡ് ആണ്. അപ്പൊ ഏതാ നമ്മൾ കാണേണ്ടത്, M ആണ് കാണേണ്ടത്. സോ 2n² എന്ന് പറയുമ്പോൾ 2 × 3² 2 × 9 which is equal to 18. ഒന്നാമത്തെ ഏത് വരും, 2 × 1² 2 എന്ന് വരും അല്ലെ. ഇതിൽ വരാൻ പോകുന്നത് 2 ആണ്. ഇതിൽ വരാൻ പോകുന്നത് 2 × 2² 2 × 4 8 ആണ്. ഇത് 2 × 3² 2 × 9 18 ആണ്. 2 × 4² 18 എന്ന് പറഞ്ഞിട്ട് ഞാൻ 9 എന്ന് എഴുതിയത് അല്ലെ. 2 8 18 ഇവിടെ 2 × 4² 2 × 16 32 ആണ്. ആൻഡ് സോ ഓൺ. അങ്ങനെ എന്ത് ചെയ്യും, ഏത് വന്നാലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ഷെല്ലിൽ കൊള്ളുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കാണാനുള്ള ഫോർമുലയാണ് ഏതെന്ന് പറയുന്നത്, 2n² എന്ന് പറയുന്നത്. അപ്പൊ വീണ്ടും 5 ചോദ്യങ്ങൾ പഠിച്ചില്ലേ. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഒരു സർക്യൂട്ടിൽ ഇലക്ട്രിസിറ്റിക്ക് ഒരേ ഒരു പാതയെ പോകാനുള്ളൂ എങ്കിൽ അത് സീരീസ് ആണ്. മൾട്ടിപ്പിൾ പാത്സ് ഉണ്ടെങ്കിൽ അത് പാരലൽ ആണ്. ക്രിസ്റ്റൽസ് ഹീറ്റ് ആവുമ്പോൾ അതിലെ വാട്ടർ കണ്ടന്റ് പോയി കഴിഞ്ഞാൽ ആ സബ്സ്റ്റൻസ് എന്തായിട്ട് മാറും, ആൻഹൈഡ്രസ് ആയിട്ട് മാറും. അത് വെള്ളം വീണ്ടും അബ്സോർബ് ചെയ്ത് എന്തായിട്ട് മാറും, ഹൈഡ്രസ് ആയിട്ട് മാറും. ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ ക്യാവിറ്റിയാണ് എന്തെന്നറിയപ്പെടുന്നത്, ആന്ത്രം എന്നറിയപ്പെടുന്നത്. പിന്നെ സണ്ണിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന UV റേഡിയേഷൻ ആണ് എന്തിന് കാരണമാവുന്നത്, മെലനോമ അല്ലെങ്കിൽ സ്കിൻ ക്യാൻസറിന് കാരണമാവുന്നത്. ഒരു ഇലക്ട്രോൺസിലെ തേർഡ് ഷെല്ലിൽ കൊള്ളുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ ഒരു മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഒരു ആറ്റത്തിലെ തേർഡ് ഷെല്ലിൽ കൊള്ളുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2n² ആണ്. Nന്റെ വാല്യൂ 3 ആണ്. സോ 2 × 3² 2 × 9 3 ആണ്. 18 ആണ് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. സെറ്റ് അല്ലേ? അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. academisonline.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര്. ഈ വെബ്സൈറ്റിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് CGL, CHSL, MTS, NTPC, ഗ്രൂപ്പ് ഡി തുടങ്ങിയ കോഴ്സുകളുടെ കംപ്ലീറ്റ് കോഴ്സുകളും അതുപോലെ തന്നെ സബ്ജക്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പെയ്ഡ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾറെഡി കോഴ്സ് എടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്ത് പോകാം. കാരണം നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നവരാണ്. അല്ലാത്തവർ ഒന്ന് കേട്ടിരിക്കുക. നിങ്ങളിങ്ങനെ എടുക്കുമ്പോൾ ആദ്യം തന്നെ സൈൻ ഇൻ ടു അറ്റൻഡ് ക്ലാസ്സസ് എന്ന് കാണിക്കും. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇമെയിൽ ID വെച്ച് Gmail ID വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഒറ്റ ഇമെയിൽ ID ഉള്ളെങ്കിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി സൈറ്റിനകത്ത് എത്തിയിട്ടുണ്ടാവും. ഒന്നിൽ കൂടുതൽ എണ്ണം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ അത് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇമെയിൽ ID നിങ്ങൾ യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്ത് എന്ത് ചെയ്യുക, സൈറ്റിനകത്തോട്ട് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കോഴ്സുകളിലൂടെ കാണാൻ കഴിയും. ഈ കോഴ്സുകളിൽ എല്ലാ കോഴ്സുകളും തന്നെ SSC RRB ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. കേരള ഹിസ്റ്ററി ഒഴികെ കേരള PSCക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കോഴ്സാണ്. നമ്മുടെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ SSC CGL ഒരു കോഴ്സ്, CHSL ഒരു കോഴ്സ്, MTS ഒരു കോഴ്സ് അങ്ങനെയല്ല, അല്ലെങ്കിൽ NTPCക്ക് ഒരു കോഴ്സ്, ഗ്രൂപ്പ് ഡിക്ക് ഒരു കോഴ്സ് അങ്ങനെയല്ല. നമ്മൾ എല്ലാ SSC RRB പരീക്ഷകൾക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് കോഴ്സിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കോഴ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ RRB SSC പരീക്ഷകൾക്കും ലൈഫ് ടൈം വാലിഡിറ്റിയോടുകൂടി നിങ്ങൾക്ക് എല്ലാ കാലത്തും അല്ലെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവരെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ മാക്സിമം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മുടെ എല്ലാ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി കോഴ്സിനെ പറ്റി പറയുന്ന സമയത്ത് ഇപ്പോൾ ഇതിലിപ്പോൾ ഞാൻ എന്താണ് ഞാൻ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്കറിയാം SSCക്ക് ഇംഗ്ലീഷ് ഉണ്ട്, RRBക്ക് എന്തില്ല, ഇംഗ്ലീഷ് ഇല്ല. സോ SSC MTSനാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ RRB NTPCക്കാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത്
പഠിക്കുന്നെങ്കിൽ ഇതിൽ അഡ്വാൻസ്ഡ് മാത്സും ഇംഗ്ലീഷും എന്തില്ല, നിങ്ങൾക്ക് ആവശ്യമില്ല. RRB NTPC ആണെങ്കിൽ ബാക്കി എല്ലാ സബ്ജക്ട്സും, കേരള ഹിസ്റ്ററി വിട്ടേക്ക്, അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, ബാക്കി എല്ലാം എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതേസമയം MTSനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അതിനൂടെ ഇംഗ്ലീഷ് കൂടി നിങ്ങൾ എടുക്കണം എന്ന് പറയും. അതേസമയം നിങ്ങൾ ഇനി CGLോ CHSLോ ആണെങ്കിൽ ഇംഗ്ലീഷ് മാത്രം പോരാ, കൂടെ എന്തുകൂടി നിങ്ങൾ പഠിക്കണം, അഡ്വാൻസ്ഡ് മാത്സ് കൂടി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കാം, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫീ ഡീറ്റെയിൽസും ഞാൻ സൈഡിൽ കൊടുക്കാം. CGL CHSL MTS NTPC ഗ്രൂപ്പ് ഡി തുടങ്ങിയത് പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റ് ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇനി നമ്മളൊരു കോഴ്സിനകത്ത് കയറി കഴിഞ്ഞാൽ, ഇപ്പോൾ ഫിസിക്സിനകത്ത് നമ്മൾ കയറാമെന്ന് വിചാരിക്കുക. ഫിസിക്സിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. പക്ഷേ നിങ്ങൾ അത് കരുതി നിങ്ങൾക്ക് ഒറ്റ ക്ലാസ്സും കാണിക്കാതെയല്ല നമ്മൾ ചെയ്യുന്നത്. എല്ലാ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെക്ഷൻസ് കാണാൻ കഴിയുന്നുണ്ട്, ഫിസിക്സ്, ആസ്ട്രോണമി, ഫിസിക്സ് പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. ഇതിൽ എല്ലാ സെക്ഷനിലെയും ആദ്യത്തെ ക്ലാസ്സും ആദ്യത്തെ പരീക്ഷ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡെമോ ക്ലാസ്സുകളും ഡെമോ എക്സാംസും ആണ്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും 10 ചോദ്യങ്ങളുടെ ഒരു പരീക്ഷ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഫുൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ് നമ്മളവിടെ എന്ത് ചെയ്യുന്നത്, നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതൊരു വലിയൊരു കിടിലൻ റിവിഷൻ ടെക്നിക്കാണ്. അതുകൊണ്ട് ക്ലാസ്സുകൾ കാണാം, ആ പരീക്ഷ അറ്റൻഡ് ചെയ്ത് നോക്കുക, എന്നിട്ട് അത് യൂസ്ഫുൾ ആണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കോഴ്സ് എടുക്കാം. എങ്ങനെയാണ് കോഴ്സ് എടുക്കേണ്ടത്, എന്താണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം എന്ത് ചെയ്യാം, ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യാം. ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, അതുപോലെ തന്നെ റീസണിങ്, മാത്സ്, കമ്പ്യൂട്ടർ നോളേജ്, സ്റ്റാറ്റിക് GK നല്ലൊരു ഭാഗം എല്ലാം ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതല്ലാതെ പൊളിറ്റി, കറണ്ട് അഫയേഴ്സ് അതിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ജിയോഗ്രഫിയും എക്കണോമിക്സും സ്റ്റാറ്റിക് GK നല്ലൊരു ഭാഗം ദാസനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇംഗ്ലീഷ് നമ്മുടെ സ്മിത മിസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് മാത്സ് ആണെങ്കിൽ 2 വട്ടം CGയിൽ അച്ചീവ് ചെയ്തിട്ടുള്ള സനൂപാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ എല്ലാ കോഴ്സുകളും ഏത് എഡ്യൂക്കേറ്റർ ആയാലും നമ്മൾ അത്രയും എന്താ പറയുക, എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് എത്രത്തോളം നന്നായി തരാൻ പറ്റുമോ അത്രത്തോളം നന്നായി തരാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു വെബ്സൈറ്റിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ കയറി നോക്കുക, ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഉറപ്പിച്ചു തരാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രമല്ലേ നിങ്ങളിത് എടുത്തിട്ട് കാര്യമുള്ളൂ. മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും നേരം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിരുന്നതിന് നന്ദി. നമുക്ക് എങ്ങോട്ട് തന്നെ പോവാം, തിരിച്ച് നമ്മുടെ ക്ലാസ്സിലോട്ട് തന്നെ പോവാം. അടുത്ത ചോദ്യം 211ാമത്തെ ചോദ്യം. ദ സെന്റർ ഓഫ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് എ സ്ഫെറിക്കൽ മിറർ ഈസ് എ പോയിന്റ് കോൾഡ്. ഒരു സ്ഫെറിക്കൽ മിററിന്റെ സെന്റർ, ആ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ സെന്ററിൽ ആ ഒരു പോയിന്റിനെ നമ്മൾ എന്താണ് വിളിക്കാറുള്ളത്, പോൾ എന്നാണ് വിളിക്കാറുള്ളത് അല്ലേ. ബേസിക് ക്വസ്റ്റൻ ആണ്, എല്ലാവർക്കും അറിയാറുള്ളതാണ്. സ്ഫെറിക്കൽ മിററിന്റെ സെന്റർ പോയിന്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, പോൾ എന്ന് വിളിക്കുന്നു. 212 ലേബർ പെയിൻ അല്ലെങ്കിൽ പ്രസവ വേദന ഈസ് കോസ്ഡ് ബൈ ദ കോൺട്രാക്ഷൻസ് ഇൻ ദ വാൾസ് ഓഫ് ദ. ലേബർ പെയിൻ അല്ലെങ്കിൽ പ്രസവ വേദന വരുന്നത് എവിടെ, ഏതിന്റെ വാൾസിലുള്ള കോൺട്രാക്ഷൻസ് കൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരമാണ്. ഗർഭപാത്രത്തിന്റെ അല്ലെങ്കിൽ യൂട്രസിന്റെ വാൾസ് കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് പ്രസവ വേദന അനുഭവപ്പെടുന്നത്. 213 ദ ലാർജസ്റ്റ് കോർപ്പസ്കിൾസ് ഇൻ ദ ഹ്യൂമൻ ബ്ലഡ് ആർ. മനുഷ്യ ശരീരത്തിലെ രക്തത്തിൽ കാണപ്പെടുന്നതിലെ ഏറ്റവും വലിയത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ന്യൂട്രോഫിൽ, ഇസ്നോഫിൽ, ബാസോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, അങ്ങനെ കുറേ എണ്ണം ഉണ്ട് അല്ലേ. ഇതിൽ മനുഷ്യ ശരീരത്തിലെ രക്തത്തിൽ കാണുന്ന ഏറ്റവും വലുത്, ഈ ഫിഗർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഏതാണ്, അത് മോണോസൈറ്റ് ആണ്. മനുഷ്യ ശരീരത്തിലെ രക്തത്തിൽ കാണപ്പെടുന്നതിലെ ഏറ്റവും വലിയ കോർപ്പസ്കൾ എന്ന് പറയുന്നത് ഏതാണ്, ഇറ്റ്സ് മോണോസൈറ്റ്. 214ാമത്തെ ചോദ്യം. ഇഫ് എ കോൺസ്റ്റന്റ് ഫോഴ്സ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജെക്ട് ഈസ് ഗിവൺ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ ഒബ്ജെക്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ദെൻ ഇറ്റ് ഈസ് ടേംഡ് ആസ്. വലിയ സെന്റൻസ് ആക്കി നമ്മൾ വെറുപ്പിച്ചേക്കാം, ബേസിക്കലി ഒന്നുമില്ല. ഇഫ് എ കോൺസ്റ്റന്റ് ഫോഴ്സ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജെക്ട്, ഒരു വസ്തുവിൽ അപ്ലൈ ചെയ്തിട്ടുള്ള കോൺസ്റ്റന്റ് ഫോഴ്സ് എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് തന്നിരിക്കുന്നത്, ഇറ്റ്സ് ഗിവൺ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ ഒബ്ജെക്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ്. എങ്ങനെയാണ് ഇരിക്കുന്നത്, പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്റ്റൻസ് മൂവ്ഡ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് പറയാം, വർക്ക് എന്ന് പറയാം അല്ലേ. അത്രയല്ലേ ഉള്ളൂ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, ഒരു ഫോഴ്സിന്റെയും ഡിസ്റ്റൻസിന്റെയും പ്രോഡക്റ്റ് ആയിട്ടാണ് ഒരു ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്തിട്ടുള്ള കോൺസ്റ്റന്റ് ഫോഴ്സിന് നമ്മൾ തന്നിരിക്കുന്നത്. അതങ്ങനെയാണെങ്കിൽ എന്താണ്, അത് വർക്കാണ്. ഒരു വസ്തുവിനെ നമ്മൾ തള്ളുമ്പോൾ എന്താ, ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ആ വസ്തു കുറച്ച് ദൂരം നീങ്ങി അല്ലേ, അതിന് നമ്മൾ എന്തെന്ന് പറയുന്നു, ഡിസ്റ്റൻസ് എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ആ കൊടുത്ത ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മളവിടെ മൊത്തം ചെയ്ത വർക്ക് കിട്ടും. അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, ദെൻ ഇറ്റ് ഈസ് ടേംഡ് ആസ് വർക്ക്. നമ്മളവിടെ ജോലി ചെയ്തു. 215 ദ പെർസെന്റേജ് ഓഫ് ലെഡ് ഇൻ ലെഡ് പെൻസിൽ ഈസ്. കാലങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു ക്ലാസിക് ക്വസ്റ്റ്യൻ ആണ്. ലെഡ് പെൻസിലുള്ള ലെഡിന്റെ അളവ് എന്ന് പറയുന്നത് എത്ര പെർസെന്റേജ് ആണ്, 100% ലെഡ് തന്നെയല്ലേ, അല്ല, എത്രയാണ്, 0% ആണ്. കാരണം ലെഡ് പെൻസിലിലെ ലെഡ് ഉണ്ടാക്കുന്നത് എന്ത് വെച്ചാണെന്നും പലപ്പോഴും എനിക്കൊന്ന് കഴിഞ്ഞ ദിവസത്തെ MTS പോലും ഞാൻ ആ ചോദ്യം കണ്ടിരുന്നു. ഏതിലാണ് വരുന്നത്, ഗ്രാഫൈറ്റ് കൊണ്ടാണ് ലെഡ് പെൻസിലിലെ ലെഡ് നമ്മൾ ഉണ്ടാക്കുന്നത്. സെറ്റല്ലേ, സംശയമൊന്നുമില്ലല്ലോ. 5 ചോദ്യങ്ങൾ വീണ്ടും പഠിച്ചില്ലേ. എന്തൊക്കെയാണ് പഠിച്ചത്, സ്ഫെറിക്കൽ മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസിലെ സെന്റർ പാർട്ടിനെ നമ്മൾ പോൾ എന്ന് പറയുന്നു. ലേബർ പെയിൻ ഉണ്ടാവുന്നത് യൂട്രസ് വാൾസിന്റെ കോൺട്രാക്ഷൻസ് കൊണ്ടാണ്. മനുഷ്യരത്തിലെ രക്തത്തിൽ കാണുന്നതിൽ ഏറ്റവും വലുത് മോണോസൈറ്റ് ആണ്. വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ലെഡ് പെൻസിലിൽ കാണപ്പെടുന്ന ലെഡിന്റെ അളവ് 0% ആണ്, ബിക്കോസ് ദാറ്റ് ലെഡ് ഈസ് മെയ്ഡ് ഓഫ് ഗ്രാഫൈറ്റ്.
സെറ്റ്. അടുത്ത ചോദ്യം 216ാമത്തെ ചോദ്യം. എ വോൾട്ട് മീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ. ഒരു വോൾട്ട് മീറ്റർ നമ്മൾ എന്ത് മെഷർ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഒരു വോൾട്ട് മീറ്റർ യൂസ് ചെയ്യുന്നത്. അമ്മീറ്റർ എന്താണ്? കറണ്ട് ആണ് അല്ലെ. ഗാൽവനോമീറ്റർ വളരെ ചെറിയ എമൗണ്ട് ഓഫ് കറണ്ട് പോലും ഡിറ്റക്ട് ചെയ്യാൻ കഴിവുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. കുറെ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. 217 ഡാഷ് മെറ്റൽ മെൽറ്റ്സ് ഓൺ അവർ പാം. ഓപ്ഷൻ നമ്മൾ പിക്ക് ചെയ്യണമായിരുന്നു. നമ്മുടെ പാമിൽ മെൽറ്റ് ചെയ്യുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ മെറ്റലിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വെറും 29.76 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ കൈവെള്ളയിൽ ഇത് മെൽറ്റ് ചെയ്യുന്നത്. കാരണം മനുഷ്യ ശരീരത്തിന്റെ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ. 30 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും? ഇത് ഉരുകും. ഏതാണ്? മെർക്കുറി അല്ല, ഗാലിയം ആണ് കറക്റ്റ് ആൻസർ. മെർക്കുറി ലിക്വിഡ് മെറ്റൽ ആണ്. മെർക്കുറിയുടെ മെൽറ്റിംഗ് പോയിന്റ് നിൽക്കുന്നത് കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല, വളരെ താഴെയാണ്. നിങ്ങൾ എനിക്ക് താഴെ കമന്റ് സെക്ഷനിൽ പറഞ്ഞു, ഇതിലൊക്കെ വളരെ താഴെയാണ്. മെർക്കുറി നോർമൽ ടെമ്പറേച്ചർ തന്നെ എന്താ ലിക്വിഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന മെറ്റലാണ്. അതുപോലെ കഴിഞ്ഞ നടക്കുന്ന MTS ചോദിച്ച മറ്റൊരു ചോദ്യമായിരുന്നു ലിക്വിഡ് നോൺ മെറ്റൽ ഏതാണ്. ഞാൻ എത്ര ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെർക്കുറി പറയുമ്പോഴെല്ലാം ഞാൻ പറയാറുള്ളതാണ്. ലിക്വിഡ് മെറ്റൽ ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ മെർക്കുറി എന്ന് പറയും. പക്ഷേ ലിക്വിഡ് നോൺ മെറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ പറയുക? ബ്രോമിൻ ആണ്. ബ്രോമിൻ ആണ് ഏതെന്ന് പറയുന്നത്? ലിക്വിഡ് നോൺ മെറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ കയ്യിൽ ഉരുകുന്ന ഒരു മെറ്റലാണ് എന്ന് പറയുന്നത് ഗാലിയം എന്ന് പറയുന്നത്. 29.76 ഡിഗ്രി എന്തുള്ളൂ? അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളൂ. 218 ദ അറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെന്റ് ഈസ് 13. ഒരു വസ്തുവിന്റെ ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ 13 ആണ്. ഹൗ മെനി ഷെൽസ് ആർ പ്രസന്റ് ഇൻ ദിസ് എലമെന്റ്? നമ്മൾ ഓൾറെഡി കഴിഞ്ഞതിൽ കുറച്ച് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത KLMN നമ്മൾ പറഞ്ഞാണ് അല്ലെ. എങ്ങനെയാണ്? 2n² ആണ്. അപ്പൊ ആദ്യത്തേതിൽ 2, രണ്ടാമത്തേതിൽ 8, ഇനി മൂന്നാമത്തേതിൽ കൊള്ളാൻ ഇവിടെ 18 ഉണ്ടോ? ഇല്ല. എത്രണ്ണേ ഉള്ളൂ? 3 ഉള്ളൂ. അപ്പോഴത്തേക്ക് എന്തായി? 2 + 8 10, 10 + 3 13 ഫില്ലായി. സോ അങ്ങനെയാണെങ്കിൽ എത്ര ഷെൽസ് ഇതിലുണ്ടാവും? 1 2 3 3 ഷെൽസ് ആണ് ഇതിലുണ്ടാവുക. അറ്റോമിക് സംഖ്യ 13 ഉണ്ടാവുക. എത്ര വലുത് വന്നാലും എന്തേ ഉള്ളൂ? നമ്മുടെ 2n² വെച്ച് എഴുതി നോക്കുക. എന്നിട്ട് എത്ര ഷെൽസ് ഉണ്ടെന്ന് എന്ത് ചെയ്യുക? സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കുക. 219 if the temperature increases the speed of sound. ടെമ്പറേച്ചർ കൂടുമ്പോൾ ശബ്ദത്തിന്റെ വേഗതയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം ശബ്ദം എന്ന് പറയുന്നത് ഒരു ലോങ്ങിറ്റ്യൂഡിനൽ മെക്കാനിക്കൽ വേവ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് മീഡിയം അത്യാവശ്യമാണ്. അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. സൗണ്ടിനെ പറ്റി കുറച്ച് പോയിന്റ്സ് ഞാൻ പറയുകയാണെ. ശബ്ദം ഒരു ലോങ്ങിറ്റ്യൂഡിനൽ മെക്കാനിക്കൽ വേവ് ആണ്. എന്താണെന്നുള്ളതൊക്കെ അറിയാം. പാരലൽ ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോഴാണ്, വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ലോങ്ങിറ്റ്യൂഡിനൽ എന്ന് വിളിക്കുന്നത്. മെക്കാനിക്കൽ ആണ് ബിക്കോസ് ഇറ്റ് നീഡ്സ് എ മീഡിയം. അതുകൊണ്ട് അതിന് തന്നെ വാക്വത്തിൽ പോകാൻ പറ്റില്ല. ശബ്ദത്തെ പറ്റിയുള്ള പഠനത്തെ നമ്മൾ അക്വസ്റ്റിക്സ് എന്നറിയപ്പെടുന്നു. പലവട്ടം ചോദിച്ചിട്ടുണ്ട് ശബ്ദത്തെ പറ്റിയുള്ള പഠനം അക്വസ്റ്റിക്സ്. സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ. വായുവിലെ ശബ്ദത്തിന്റെ വേഗത 340 m/s, ചിലപ്പോൾ 338 m/s ഒക്കെ കാണാറുണ്ട്. ഓപ്ഷനുള്ളതുപോലെ പിക്ക് ചെയ്യുക. ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ സോളിഡില്, ഏറ്റവും അത് കഴിഞ്ഞാൽ ലിക്വിഡില്, ദെൻ ഗ്യാസസിലാണ്. ഇനി സോളിഡിൽ ഏറ്റവും കൂടുതൽ ഏതിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിലാണ്? അത് സ്റ്റീലിലാണ്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? ശബ്ദത്തിന്റെ വേഗതയും കൂടുന്നു. സ്പീഡ് ഓഫ് സൗണ്ട് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇതെല്ലാം ശബ്ദത്തെ പറ്റി പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് ശബ്ദത്തെ പറ്റി ശരിയായിട്ടുള്ളത്, തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ സ്ഥിരമായി കാണാറുള്ള ഒന്നാണ് സൗണ്ട് ക്യാൻ ട്രാവൽ ത്രൂ വാക്വം. നമുക്കറിയാം സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. കാരണം സൗണ്ട് ഒരു മെക്കാനിക്കൽ വേവ് ആണ്. അതിന് എന്തുണ്ടായേ പറ്റൂ? ഒരു മീഡിയം ഉണ്ടായേ പറ്റൂ. സോ സൗണ്ട് ക്യാൻ ട്രാവൽ ത്രൂ വാക്വം എന്ന് പറഞ്ഞാൽ അങ്ങനെ തരാറുണ്ട്. പിന്നെ സൗണ്ടിന്റെ പഠനം അക്വസ്റ്റിക്സ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. സൗണ്ടിന്റെ വേഗത 330 അല്ലെങ്കിൽ 340 m/s ആണ്. സോളിഡ്സിലാണ് ഏറ്റവും കൂടുതൽ വേഗത വരുന്നത്. പിന്നെ സ്റ്റീലിലാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും? സൗണ്ടിന്റെ സ്പീഡ് കൂടും. കാരണം ചൂട് കൂടുമ്പോൾ വൈബ്രേഷൻ കുറച്ചുകൂടി നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കുറച്ചുകൂടി സ്പീഡിൽ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയാൽ സൗണ്ടിന്റെ സ്പീഡും. 220 ഡാഷ് കോമ്പൗണ്ട് ഹാസ് എ റിംഗ് കാർബൺ ചെയിൻ സ്ട്രക്ചർ. ഏത് കോമ്പൗണ്ടിനാണ് ഒരു റിംഗ് കാർബൺ ചെയിൻ സ്ട്രക്ചർ ഉള്ളതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട് അല്ലെ. എങ്ങനെയാണ്? ഈ വരയ്ക്ക് വരെ നടുവിൽ ഒരു വട്ടിട്ട് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ആരാണിത്? അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പേര് എന്ന് പറയുന്നത്? ബെൻസീൻ എന്നാണ് ഇതിന്റെ പേര്. ഈ ഡിസൈൻ കണ്ടുപിടിച്ചത് ആരാണെന്ന് നിങ്ങൾ എനിക്ക് താഴെ പറഞ്ഞു കേട്ടോ. അത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്, ഇനി ഞാൻ പറയുന്നില്ല. സോ ഒരു റിംഗ് കാർബൺ ചെയിൻ സ്ട്രക്ചർ ഉള്ളത് ബെൻസീൻ ആണ് അല്ലെ. ആരോമാറ്റിക് കോമ്പൗണ്ട്സിലുള്ളതാണ് റിംഗ് ബെൻസീൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വോൾട്ട് മീറ്റർ ഉപയോഗിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാനായിട്ടാണ്. നമ്മുടെ കയ്യിൽ ഒരുക്കുന്ന ഒരു മെറ്റലാണ് ഗാലിയം. ബിക്കോസ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് ഈസ് വെരി ലോ. ഇറ്റ്സ് അറൌണ്ട് 29.76 ഡിഗ്രി സെൽഷ്യസ്. ലിക്വിഡ് നോൺ മെറ്റൽ ആണ് ബ്രോമിൻ എന്ന് പറയുന്നത്. ലിക്വിഡ് മെറ്റൽ ആണ് മെർക്കുറി എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ അറ്റോമിക് നമ്പർ 13 ആണെങ്കിൽ അതിൽ കാണുന്ന ഷെല്ലുകളുടെ എണ്ണം 3 ആയിരിക്കും. ബിക്കോസ് 2 + 8 + 3 = 13. ദാറ്റ് മീൻസ് 3 ഷെൽസ്. ഒരു വസ്തുവിന്റെ ഒരു ടെമ്പറേച്ചർ കൂടുമ്പോൾ സ്പീഡ് ഓഫ് സൗണ്ട് എന്ത് ചെയ്യും? ഒപ്പം കൂടും. അതുപോലെ തന്നെ റിംഗ് കാർബൺ ചെയിൻ സ്ട്രക്ചർ ഉള്ളത് ഏതിനാണ്? ബെൻസീൻ ആണ്. അതിന്റെ സ്ട്രക്ചർ കണ്ടുപിടിച്ചതാരാണ് നിങ്ങൾ എനിക്ക് താഴെ പറഞ്ഞുതരും. അപ്പോൾ നമ്മൾ നമ്മുടെ അവസാനത്തെ സെറ്റിലോട്ട് പോവുകയാണ്. 221ാമത്തെ ചോദ്യം.
ഇൻ ഹ്യൂമൻ ബീയിങ്സ് ദ റെസ്പിറേറ്ററി പിഗ്മെന്റ് ഈസ്, നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓക്സിജൻ എത്തിക്കുന്നത് ആരാണ്? RBCs ആണ് അല്ലെ. RBCസിൽ എന്താണ് അതിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്? ഹീമോഗ്ലോബിൻ, HB എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ് നമ്മുടെ ബ്ലഡിന് ചുവന്ന നിറം കൊടുക്കുന്നു. ആ പിഗ്മെന്റ് ആണ് RBCകളിലൂടെ ആയിട്ട് കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യുന്നത്? ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓക്സിജൻ എത്തുന്നു. ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്നു. അങ്ങനെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്ന ഏതാണ്? ഈ ഹീമോഗ്ലോബിൻ ആണ്. 222 222 ഫാൻസി നമ്പർ ആണ്. SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഓം അല്ലെ, എല്ലാവർക്കും അറിയാം. 223 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് ആൻ അന്റാസിഡ്. അന്റാസിഡ് ആയിട്ട് അസിഡിറ്റിയുടെ ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ നമ്മൾ ആസ് എ മെഡിസിൻ നമ്മൾ എടുക്കുന്ന വസ്തു ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് മറ്റു രീതിയിലും ചോദിക്കാറുണ്ട്. മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്ന കോമ്പൗണ്ട് ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പൊ കുറച്ചു പേർക്കെങ്കിലും ഇത് അറിയില്ലെങ്കിൽ ഇത് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. രണ്ടും എല്ലാവർക്കും അറിയുന്നതാണ്, ഞാൻ തന്നെ പല ക്ലാസ്സുകളിലും പഠിപ്പിച്ചിട്ടുള്ളതാണ്. അന്റാസിഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്ന ആ വസ്തു മറ്റേതുമല്ല, മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. നമ്മൾ കഴിക്കുന്ന ജലൂസിലായിക്കോട്ടെ, അതുപോലത്തെ പല മെഡിസിൻസിന്റെയും അസിഡിറ്റിക്ക് നമ്മൾ എടുക്കുന്ന പല മെഡിസിൻസിന്റെയും കോമൺ കോമ്പണന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഈ പറയുന്ന മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. 224 ദ വാൾസ് ഓഫ് ദ വെൻട്രിക്കിൾസ് ആർ ഡാഷ് ദാൻ ദ ആട്രിയൽ വാൾസ്. നല്ലൊരു ചോദ്യമാണ്, അധികം ചോദിച്ച് കണ്ടിട്ടില്ലാത്തൊരു ചോദ്യമാണ്. ഇതാണ് അവസാനം വരെ കാണുന്നവർക്കുള്ളൊരു ബോണസ് ആയിട്ട് ഞാൻ വെച്ചു എന്ന് പറഞ്ഞത്. ഇത് കാരണം അവസാനം വരെ കാണുന്നവർക്ക് ഇത് കിട്ടിയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? വാൾസ് ഓഫ് ദ വെൻട്രിക്കിൾസ് ആർ ഡാഷ് ദാൻ ദ ആട്രിയൽ വാൾസ്. തിക്കർ ആണോ തിന്നർ ആണോ എന്നൊക്കെയാണ് എന്തിരിക്കും നമ്മോട് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഉത്തരത്തിലോട്ട് ഞാൻ വരാം. അതിനു മുമ്പ് എങ്ങനെയാണ് നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇത് രീതിയിലാണ് വരുന്നത്. നിങ്ങൾ പലർക്കും അറിയുന്നുണ്ടാവും, അറിയാത്തവരൊന്നും ശ്രദ്ധിച്ചു കേട്ടോളൂ. ഒരുപാട് ചോദ്യങ്ങൾ ഈ ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്? വരാറുണ്ട്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിലെ റൈറ്റ് സൈഡിലാണ് എന്തുള്ളത്? ഇംപ്യൂർ ബ്ലഡ് ഉള്ളത്. നമുക്കറിയാം വലത് എപ്പോഴും നമ്മൾ പൊതുവെ നല്ലതായിട്ടാണ് കാണാറ്. അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. റൈറ്റിൽ ഇംപ്യൂർ ബ്ലഡും ലെഫ്റ്റ് സൈഡിൽ ഹാർട്ടിൽ ഏതാ ഉള്ളത്? പ്യൂർ ബ്ലഡ്, ശുദ്ധരക്തമാണുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മൾ ഇംപ്യൂർ അല്ലെങ്കിൽ വിഷം എന്ന കളറിൽ അർത്ഥം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? നീലയാണ് അല്ലെ. വിഷം പടർന്നു, ശിവന് നീല നിറാവുന്നു. ശിവന് വിഷം പണ്ട് കിട്ടിയിട്ടുള്ളതുകൊണ്ടാണ് അല്ലെ. അപ്പൊ ഈ നീല എന്ന് പറയുന്ന റൈറ്റ് എന്ന് പറയുന്ന ഇംപ്യൂർ ബ്ലഡും പ്യൂർ ബ്ലഡ് ആയിട്ട് നിൽക്കുന്ന ഏതുമാണ്? റെഡും ആണ്. ഇത് ആദ്യം മനസ്സിലുറപ്പിക്കുക. ഇനി ബാക്കി നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിന് 4 അറകളാണുള്ളത്. ആട്രിയം, റൈറ്റ് ആട്രിയം, ലെഫ്റ്റ് ആട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇതിൽ ഈ ആട്രിയത്തിന്റെ മറ്റൊരു പേരാണ് ഏതെന്ന് പറയുന്നത്? ഓറിക്കിൾ എന്ന് പറയുന്നത്. അങ്ങനെയും ചോദ്യപേപ്പറിൽ കാണാറുണ്ട്. രണ്ടും അറിയണം. അപ്പൊ ആട്രിയം എന്ന് പറഞ്ഞാലും ഓറിക്കിൾ എന്ന് പറഞ്ഞാലും രണ്ടും എന്താണ്? ഒന്ന് തന്നെയാണ്. ഓറിക്കിൾ വെൻട്രിക്കിൾ അല്ലെങ്കിൽ ഓറിക്കിൾ വെൻട്രിക്കിൾ, അങ്ങനെയാണ് ആ പ്രൊനൗൺസിയേഷൻ സെയിം ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ ആട്രിയം ഓറിക്കിൾ എന്താണ്? രണ്ടും ഒന്നാണെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇനി ഇംപ്യൂർ ബ്ലഡ് എവിടെയാണ് ഉണ്ടാവുക? നമ്മുടെ ശരീരത്തിൽ മൊത്തം എന്തുണ്ടാവും? ആ ഓക്സിജനൊക്കെ എല്ലായിടത്തും വലിച്ചെടുത്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇംപ്യൂർ ബ്ലഡ് ആയിരിക്കും. അപ്പോൾ ഈ നമ്മുടെ ശരീരത്തിൽ ഇംപ്യൂർ ബ്ലഡ് എവിടെ വരണം എന്നാ പറഞ്ഞത്? ഹാർട്ടിലെ റൈറ്റ് സൈഡ് വരണം എന്ന് പറഞ്ഞത്. റൈറ്റ് ആട്രിയത്തിലോട്ട് അല്ലെങ്കിൽ റൈറ്റ് ഓറിക്കിലോട്ട് ആദ്യം എന്ത് ചെയ്യും? ഈ ഇംപ്യൂർ ബ്ലഡ് വരും. ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഇംപ്യൂർ ബ്ലഡ് വരും. ഇത് റൈറ്റ് ആട്രിയത്തിൽ നിന്ന്, റൈറ്റ് ഓറിക്കിൽ നിന്ന്, ഞാൻ ആട്രിയം പിടിക്കുന്നുണ്ട് കേട്ടോ, ഇതിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുന്നില്ല. രണ്ടും ഒന്നാമത് മനസ്സിലാക്കി വെച്ചാൽ ഞാൻ ആട്രിയം വെച്ചാൽ പറയുന്നത്. ആട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എന്ത് ചെയ്യും? ഈ ഇംപ്യൂർ ബ്ലഡ് വരും. റൈറ്റ് ആട്രിയത്തിൽ നിന്ന് ഫസ്റ്റ് സംഭവിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്. അങ്ങനെ ഫസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും നമുക്ക് പഠിക്കാനുള്ള ഓർഡർ ഇങ്ങനെ പഠിച്ചോളൂ. ഇംപ്യൂർ ബ്ലഡ് റൈറ്റ് ആട്രിയത്തിലോട്ട് വന്നു. റൈറ്റ് ആട്രിയത്തിൽ നിന്ന് ഇത് റൈറ്റ് വെൻട്രിക്കിലോട്ട് വന്നു. ഇനി ഇത് എന്ത് ചെയ്യണം? ഇംപ്യൂർ ആണ്, ഇത് പ്യൂരിഫൈ ചെയ്യണം. ശരീരത്തിൽ ആരാണ് പ്യൂരിഫൈ ചെയ്യുക? ലങ്സ് ആണ് പ്യൂരിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ലങ്സിലോട്ട് പ്യൂരിഫിക്കേഷൻ പോകാനായിട്ട് പോകുന്ന ആർട്ടറിയാണ് പൾമോണറി ആർട്ടറി. ഇവിടെയാണ് അടുത്തൊരു ചോദ്യം വരുന്നത്. നമുക്കറിയാം നോർമലി ആർട്ടറീസ് ക്യാരി ചെയ്യുന്നത് എന്താണ്? പ്യൂർ ബ്ലഡ് ആണ് അല്ലെ, ശുദ്ധരക്തമാണ്. അതേസമയം അതിനൊരു എക്സെപ്ഷൻ ആണ് ഏതെന്ന് പറയുന്നത്? പൾമണറി ആർട്ടറിയും പൾമണറി വെയിൻ എന്നും പറയുന്നത്. പൾമണറി ആർട്ടറി ക്യാരി ചെയ്യുന്ന ബ്ലഡ് ഇംപ്യൂർ ബ്ലഡും പൾമണറി വെയിൻ ക്യാരി ചെയ്യുന്ന ബ്ലഡ് പ്യൂർ ബ്ലഡും ആണ്. ഈ വ്യത്യാസം എല്ലാവർക്കും അറിയുന്നത്. ദ ഓൺലി ആർട്ടറി ദാറ്റ് ക്യാരീസ് ഇംപ്യൂർ ബ്ലഡ് ഈസ് ഡാഷ്. പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ഇറ്റ്സ് പൾമണറി ആർട്ടറി. ദ ഓൺലി വെയിൻ ദാറ്റ് ക്യാരീസ് പ്യൂർ ബ്ലഡ് ഈസ് ഡാഷ്. അതേതാണ്? അത് പൾമണറി വെയിൻ ആണ്. അപ്പൊ സാധാരണ ആർട്ടറികളിൽ പ്യൂർ ബ്ലഡ് ആണെങ്കിൽ കൂടി ഇവിടെ ഹാർട്ടിൽ നിന്നും ലങ്സിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന പൾമണറി, ലങ് റിലേറ്റഡ് ആയിട്ടുള്ള വാക്കാണ്, അറിയാലോ. ലങ്സിലേക്ക് പ്യൂരിഫിക്കേഷൻ കൊണ്ടുപോകുന്ന ആർട്ടറി ആയിട്ടുള്ള പൾമണറി ആർട്ടറിയിലുള്ളത് ഇംപ്യൂർ ബ്ലഡ് ആണ്. അങ്ങനെ എന്ത് ചെയ്യും? ഇത് ലങ്സിലെത്തും. ലങ്സിൽ എന്ത് ചെയ്യപ്പെടും? ഇത് പ്യൂരിഫൈ ചെയ്യപ്പെടും. എന്നിട്ട് അവിടെ നിന്ന് ഈ പ്യൂർ ബ്ലഡ് എന്ത് ചെയ്യും? പൾമണറി വെയിനിലൂടെ ലെഫ്റ്റ് ആട്രിയത്തിലോട്ട് വരും. പൾമണറി വെയിനിലൂടെ ലെഫ്റ്റ് ആട്രിയത്തിലോട്ട് വരും. ലെഫ്റ്റ് ആട്രിയത്തിൽ നിന്നിട്ട് എന്ത് ചെയ്യും? ഇത് ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് വരും. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഇത് എന്ത് ചെയ്യും? ഇത് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പമ്പ് ചെയ്ത് എത്തിക്കാനുള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ആർട്ടറി ആയിട്ടുള്ള അയോട്ടയിലൂടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എന്ത് ചെയ്യും? ഇത് പമ്പ് ചെയ്തു പോകും. എനിക്കറിയാം കുറേ ഡാറ്റ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടി ഇപ്പോൾ പ്രോസസ് ചെയ്യാൻ പറ്റണമെന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോരോ പോയിന്റ് ആയിട്ട് വായിച്ച് ആദ്യം തൊട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം. കുറേ ചോദ്യങ്ങൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. കുറേ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അവസാനം വരെ കാണുന്നവർക്ക് വെച്ചിട്ടുള്ളൊരു
ഒരു ബോണസ് ആണ്, ഒരു ഗിഫ്റ്റ് ആണ്. അതെല്ലാം നിങ്ങൾ കണ്ടാൽ മതി. അല്ല ആദ്യം നമ്മൾ പാതി വഴിയിൽ ഇട്ടുപോയവർക്ക് ഇത് വേണ്ട അല്ലേ? അതല്ലേ എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇടയിൽ സ്കിപ്പ് ചെയ്ത് ഇവിടെ വന്ന് കാണുന്ന കള്ളന്മാരും കളികളുണ്ടാവും എനിക്കറിയാം, കുഴപ്പമില്ല, നിങ്ങൾ ആ ഒരു എഫേർട്ടെങ്കിലും ഇട്ടില്ല, അതുകൊണ്ട് ഞാനത് ക്ഷമിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഹാർട്ടിൻ്റെ സർക്കുലേഷനാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പറഞ്ഞു തുടങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറിക്കിളിൽ അല്ലെങ്കിൽ ആട്രിയത്തിൽ ആദ്യം ഇമ്പ്യൂർ ബ്ലഡ് വന്നു. റൈറ്റ് ഓറിക്കിൾ റിസീവ്സ് ഇമ്പ്യൂർ ബ്ലഡ്. അവിടെ നിന്ന് എങ്ങോട്ട് പോയി? വെൻട്രിക്കിളിലോട്ട് പോയി. റൈറ്റ് സൈഡിലുള്ളത് ഇമ്പ്യൂർ ബ്ലഡ് ആയതുകൊണ്ടും ഇത് പ്യൂരിഫിക്കേഷന് പോകേണ്ടതുകൊണ്ടും പ്യൂരിഫിക്കേഷന് പോകേണ്ടത് ലങ്സിലോട്ടായതുകൊണ്ടും ഇത് ഇവിടെ നിന്ന് എങ്ങോട്ട് പോകും? പൾമണറി ആർട്ടറിയിലൂടെ. ഇമ്പ്യൂർ ബ്ലഡ് ക്യാരി ചെയ്യുന്ന ഒരേ ഒരു ആർട്ടറി ആയിട്ടുള്ള പൾമണറി ആർട്ടറിയിലൂടെ ഇത് ലങ്സിലോട്ട് പോകും. ത്രൂ പൾമണറി ആർട്ടറി ടു ലങ്സ് ഫോർ പ്യൂരിഫിക്കേഷൻ. അവിടെ നിന്ന് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പ്യൂരിഫൈഡ് ബ്ലഡ് ത്രൂ പൾമണറി വെയിൻ ടു ലെഫ്റ്റ് ഓറിക്കിൾ. അവിടെ ലങ്സിൽ ഇത് പ്യൂരിഫൈ ചെയ്തതിന് ശേഷം പൾമണറി വെയിനിലൂടെ എന്ത് ചെയ്യും? ലെഫ്റ്റ് ആട്രിയത്തിലോട്ട് വരും. ലെഫ്റ്റിൽ എന്ത് മാത്രമേ വരാൻ പറ്റുള്ളൂ? പ്യൂർ ബ്ലഡ് വരാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് അത് ലെഫ്റ്റ് ആട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിലോട്ട് വരികയും അവിടെ നിന്ന് ഇറ്റ് ഗോസ് ടു ലെഫ്റ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ശരീരത്തിലെ ഏറ്റവും വലിയ ആർട്ടറി ആയിട്ടുള്ള അയോട്ടയിലൂടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇത് പോവുകയും ചെയ്യും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാര്യം, the walls of the ventricles are dashed than the atrial walls എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. the walls of the ventricles are dashed than the atrial walls എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ഇത് ലങ്സിലോട്ട് എത്തണം. അതേസമയം ഇതുപോലെ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ഇത് അയോട്ടയിലൂടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യാനുണ്ട്? എത്തിക്കാനുണ്ട്. ആട്രിയത്തിന് ആകെ ഇവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി? ഈ വെൻട്രിക്കിലോട്ട് ഇതിന് സാധനം പമ്പ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതേസമയം വെൻട്രിക്കിളുകളുടെ ഫംഗ്ഷൻ എന്താ? ഒന്ന് ലങ്സിലേക്ക് പ്യൂരിഫിക്കേഷൻ എത്തിക്കണം, മറ്റേതാണെങ്കിൽ എന്ത് ചെയ്യണം? മറ്റേത് ഇത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും എന്ത് ചെയ്യാനുണ്ട്? ഇത് എത്തിക്കാനുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യണം? അതിന് കുറച്ചുകൂടി കട്ടി വേണം അല്ലെ? എന്നാലല്ലേ ആട്രിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെൻട്രിക്കിളിന് കുറച്ചുകൂടി കട്ടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ശരീരത്തിന് എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രഷർ താങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ദ വാൾസ് ഓഫ് ദ വെൻട്രിക്കിൾസ് ആർ തിക്കർ ദാൻ ദ ആട്രിയൽ വാൾസ്. ആ ഫിഗർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ആട്രിയത്തിന്റെ രണ്ട് ആട്രിയത്തിന്റെയും ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ജസ്റ്റ് വെൻട്രിക്കിലോട്ട് അത് പാസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ വെൻട്രിക്കിളിന്റെ ഫംഗ്ഷൻ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ബ്ലഡ് എത്തിക്കുക എന്നുള്ളതായതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി തിക്കറാണ് എന്ന് എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. കാരണം അവിടെ ഹയർ പ്രഷർ ആവശ്യമാണ്. സെറ്റല്ലേ? കുറെ പോയിന്റ്സ് കിട്ടിയില്ലേ? എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 225ാമത്തെ ചോദ്യം, ഡി ബ്ലോക്ക് എലമെന്റ്സ് ആർ. ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പിലുള്ളതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പലവട്ടം പീരിയോഡിക് ടേബിൾ പറഞ്ഞിട്ടുള്ളതാണ്. ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പാണ്. ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. ബാക്കി അറിയാലോ, ആദ്യത്തെ 1ഉം 2ഉം എസ് ബ്ലോക്ക് ആണ്. 13 മുതൽ 18 വരെ പി ബ്ലോക്ക് ആണ്. എസും ബിയും കമ്പൈൻ ചെയ്ത് നമ്മൾ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നു. ഈ അടുത്ത് ഏതൊരു പരീക്ഷിക്കേണ്ട ചോദ്യമാണ്. എസ് ആൻഡ് പി ബ്ലോക്ക് ടുഗദർ നോൺ ആസ് ഡാഷ്. എന്താണ്? റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നു. ഡി ബ്ലോക്ക് നമുക്കറിയാം ട്രാൻസിഷൻ ആണ്. എഫ് ബ്ലോക്ക് ലന്താനം കഴിഞ്ഞ് വരുന്നതിനെ നമ്മൾ ലാന്തനേറ്റ്സ് എന്നും ആക്ടിനിയം കഴിഞ്ഞ് വരുന്നതിനെ നമ്മൾ ആക്ടിനേറ്റ്സ് എന്നും വിളിക്കുന്നു. അവർ വിളിക്കുന്ന ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എല്ലാം ട്രാൻസിഷൻ എലമെന്റ്സ് മാത്രമാണ് ചോദിച്ചത്. പക്ഷെ ഒക്കെ ഞാൻ പറഞ്ഞു തന്നത് എസും പിയും കമ്പൈൻ ചെയ്ത റെപ്രസെന്റേറ്റീവ്. എഫ് വരുന്നത് ഇന്നർ ട്രാൻസിഷൻ എന്നും എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് 3ാമത്തേത് മുതൽ 12ാമത്തേത് വരെയുള്ള ഗ്രൂപ്പാണ്. ആൻഡ് ദേ ആർ ഓൾസോ നോൺ ആസ് ട്രാൻസിഷൻ എലമെന്റ്സ്. അപ്പോൾ വീണ്ടും 5 പഠിച്ചില്ലേ? നമ്മുടെ മനുഷ്യ ശരീരത്തിലെ റെസ്പിറേറ്ററി പിഗ്മെന്റ് എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ ആണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. ആന്റാസിഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന മിൽക്ക് ഓഫ് മാഗ്നീഷ്യ ആണ്. മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. വെൻട്രിക്കിൾസിന്റെ വാൾസ് ആട്രിയത്തിനേക്കാളും തിക്കറാണ്. കാരണം മേലെന്ന് താഴോട്ട് മാത്രം പമ്പ് ചെയ്ത പോലെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലോട്ടും അതിനെ പമ്പ് ചെയ്യേണ്ടതുണ്ട്. ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് 3rd to 12th ഗ്രൂപ്പ് ആണ്. അപ്പം ആ ഹാർട്ടിൽ കുറച്ചുകൂടി പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാം ഓർമ്മയുണ്ടായിരിക്കുന്നത്. റൈറ്റ് സൈഡ് ഇംപ്യൂർ ബ്ലഡ് ആണ് ഉണ്ടാവുക, ലെഫ്റ്റ് സൈഡ് പ്യൂർ ബ്ലഡ് ആണ് ഉണ്ടാവുക. നോർമലി ആർട്ടറീസ് പ്യൂർ ബ്ലഡ് ആണ് ക്യാരി ചെയ്യുക. പക്ഷെ അതിനുള്ള എക്സെപ്ഷൻ ആണ് പൾമണറി ആർട്ടറി എന്ന് പറയുന്നത്, പൾമണറി വെയിൻ എന്ന് പറയുന്നതും. അയോട്ട മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആർട്ടറി ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു പണി ഞാൻ നിങ്ങൾക്ക് തരാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ വെയിൻ ഏതാണ് എന്ന് നിങ്ങൾ എനിക്ക് താഴെ പറഞ്ഞു കേട്ടോ. ബയോളജി ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഏറ്റവും വലിയ വെയിൻ ഏതാണ് എന്നുള്ളത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തോളൂ. ഇതിന്റെ PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എല്ലാം ചേർത്ത് RRB ഗ്രൂപ്പ് ഡി കഴിഞ്ഞോട്ടും ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ചേർത്തുള്ള PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ക്ലാസ്സിന് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും അതുപോലെ തന്നെ എക്സാം പുതിയ അവസരങ്ങൾ, പുതിയ റിസൾട്ടുകൾ എന്ത് വന്നാലും നമ്മൾ ആദ്യം അപ്ഡേറ്റ് ചെയ്യുന്ന ടെലിഗ്രാമിലാണ്. സോ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുകൂടി ഒന്ന് ഫോളോ ചെയ്യാം. ഇപ്പോൾ ലിങ്ക് ചിലർക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടെലിഗ്രാമിൽ ജസ്റ്റ് അക്കാഡമീസ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ആ ലിങ്കിലോട്ട് എത്തിക്കോളും, നമ്മുടെ ചാനലിലോട്ട് എത്തിക്കോളും. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിരുന്നതിന് കണ്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്. ഹാവ് എ നൈസ് ഡേ.